നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സഞ്ചാരമനുസരിച്ച് നമുക്കനുഭവപ്പെടുന്ന ഫലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതകളെപ്പറ്റി പറയുന്ന വീഡിയോകളിലെ ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രങ്ങൾക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ 3 നക്ഷത്രങ്ങളുടെയും നക്ഷത്ര അധിപൻ എന്ന് പറയുന്നത് ബുധൻ എന്ന ശുഭഗ്രഹമാണ്. നമ്മുടെ വിദ്യാകാരകൻ, അറിവിൻ്റെ കാരകൻ, വാക്കിൻ്റെ കാരകത്വം ഒക്കെയുള്ള ബുധൻ നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കും. അത് ബുധൻ ദോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗുണങ്ങൾ കുറയും. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പരിഹാരം എന്ന് പറയുകയും അതേപ്പറ്റിയുള്ള കൂടുതൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതോടൊപ്പം വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റിയുള്ള സംശയങ്ങൾ എൻ്റെ വാട്സപ്പിലേക്കായിട്ട് അയയ്ക്കുക. നിങ്ങളുടെ ജനനത്തീയതി, സമയം, നക്ഷത്രം, സ്ഥലം എന്നിവ ചേർത്ത് അറിയേണ്ട കാര്യത്തെപ്പറ്റി വാട്സപ്പിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. ഇതിന് നിങ്ങൾ യാതൊരുവിധമായ ഫീസുകളും നൽകേണ്ടതില്ല. നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും അത് മറുപടി പറയുവാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വാട്സപ്പിൽ കൂടി തന്നെ ചോദിക്കുക. ആദ്യമായിട്ട് ആയില്യം നക്ഷത്രത്തെപ്പറ്റി പറയുകയാണ്. ആയില്യം നക്ഷത്രനാഥൻ ബുധനാണ്. ആ രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. കാരണം കർക്കടകം രാശിയിലാണ് ആയില്യം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ഗുണകരമായ കാര്യമാണ്. കാരണം 11ലെ വ്യാഴം എല്ലാ ഗുണങ്ങളും നൽകുന്ന ഒരു ഗ്രഹമാണ്. 12ാം ഭാവത്തിൽ പാപഗ്രഹമായ ആദിത്യൻ നിൽക്കുന്നു. പക്ഷേ പാവഗ്രഹങ്ങൾക്ക് ദുസ്ഥാനം ഇഷ്ടസ്ഥാനമായതുകൊണ്ട് ആദ്യത്തിനും ഇവർക്ക് ഗുണപ്രദമാണ്. 10ാം ഭാവത്തിൽ തൊഴിൽ സ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്തെ രാഹുവും അഷ്ടമഭാവത്തിൽ ശനിയും നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇവർക്ക്. തൊഴിലിൽ പ്രമോഷൻ, ശമ്പള വർധന, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം മുതലായ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ ഇവർക്ക് ഇപ്പോൾ യോഗമുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. നല്ല ധനലാഭം ഉണ്ടാകുവാൻ ഇവർക്ക് ഇപ്പോൾ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്തും നല്ല ഗുണപരമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും പഠനത്തിൽ ഉയർച്ചയ്ക്കും ഒക്കെയുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. എന്നാൽ ഇവർക്ക് ആഡംബരഭ്രമം കൂടുന്ന ഒരു സമയം കൂടിയാണ്. പൊതുവേ ആഡംബരഭ്രമം ഉള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ. ഈ സമയത്ത് അവർക്ക് കൂടുതൽ ആഡംബരത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടൊക്കെ കൂടുതൽ അടുക്കും ഇവർ. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ദിവസങ്ങൾ ഇവർക്കത്ര നല്ലതല്ല. യാത്രകൾക്ക് ഇവർക്ക് ഈ ദിവസങ്ങൾ അത്ര നല്ലതല്ല. അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതിനാൽ ഇവരുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. ജന്മനക്ഷത്ര ദിവസം, അതായത് ആയില്യ നക്ഷത്ര ദിവസം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ സർപ്പത്തിൻ്റെ നടയിൽ വിളക്ക് വെച്ച് എന്തെങ്കിലും വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് ഇവർക്ക് വളരെ ഗുണം ചെയ്യും. അതേപോലെ തന്നെ ധർമ്മദേവതാ പ്രീതി, നമ്മുടെ മാതൃഭാവത്തിലുള്ള ധർമ്മദേവതയ്ക്ക്, കുലദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യുക, ധർമ്മദേവതാ ക്ഷേത്രത്തിൽ തൊഴുക മുതലായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുന്നത് നിമിത്തം ഈ ഒരു സമയം അങ്ങേയറ്റം ഗുണപരമാകുവാൻ ഇവർക്ക് സഹായിക്കും. പൊതുവിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗുണപരമായിട്ടുള്ള സമയം തന്നെയാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ നക്ഷത്രനാഥൻ ബുധനാണ്. രാശി അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഒരു പാവഗ്രഹമാണ്. ആ പാവഗ്രഹം സ്വാഭാവികമായിട്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഗ്രഹമാണ്. തൊഴിൽ രംഗത്തൊക്കെ ഇവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായിട്ട് മെച്ചപ്പെടാനുള്ള ഒരവസ്ഥയാണ് ഇവർക്കുള്ളത്. സാമ്പത്തിക പ്രതിസന്ധികളെ ഇവർ തീർച്ചയായിട്ടും മറികടക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അത് മറികടക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് ഗുണവും സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുമുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉള്ളത്. വാഹനങ്ങൾ നിമിത്തം നേട്ടം ഉണ്ടാകും ഇവർക്ക്. വാഹനങ്ങൾ തൊഴിലായിട്ട് സ്വീകരിച്ചവർക്ക് വളരെ ഉത്തമമായ ഒരു സമയം തന്നെയാണ്. എന്നാൽ ഇവർക്ക് ഭാഗ്യം ഇപ്പോൾ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. വിദേശ ജോലിക്കുള്ള തടസ്സങ്ങളൊക്കെ മാറും.
പണം ഇവർ ഈ സമയത്ത് ഒരു കാരണവശാലും കടം കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം കടം കൊടുത്താൽ അത് തിരിച്ച് കിട്ടുകയില്ല എന്ന് മാത്രമല്ല പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. മാതാപിതാക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്ക് സർവ്വസാധാരണമായിട്ടുണ്ടാകും. മുൻകോപം വളരെ നിയന്ത്രിക്കേണ്ട ആൾക്കാരാണിവർ. മുൻകോപം നിമിത്തം പലവിധ പ്രശ്നങ്ങളിൽ ഇവർ ചെന്ന് ചാടാറുണ്ട്. സ്വയം പര്യാപ്തമായിട്ട് ഇവർക്ക് തൊഴിൽ ചെയ്ത് നല്ല ആത്മവിശ്വാസം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. അതിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ഇവർ തൊഴുത് 6 വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇവർക്കുള്ള ദോഷപരമായ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാകുവാനും ഇടവരുത്തും. തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ നല്ല സമയം തന്നെയായിട്ടാണ് കാണുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രനാഥൻ ബുധനാണ്. രാശി അധിപൻ മീനമാണ്. അതായത് മീനം രാശിയിൽ നിൽക്കുന്നതാണ് രേവതി നക്ഷത്രം. ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ വ്യാഴം ആണ് ഇവർക്ക് രാശി അധിപൻ. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ നല്ല ഗുണങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇവരുടെ 12ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കുറഞ്ഞു കിട്ടുന്നു. 2ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഗ്രഹമായതുകൊണ്ട് ധനപരമായിട്ട് ഇവർക്ക് അത്ര ഗുണമുണ്ടാകുന്ന സമയമല്ല. ദുസ്ഥാനത്ത് തന്നെയാണ് ഇവരുടെ രാശിയധിപനായ വ്യാഴം നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ ആദിത്യനും 5ാം ഭാവത്തിൽ ബുധശുക്രന്മാരും നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ് രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത്. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഇവർക്കുണ്ടാകാം. തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാകാം. ഉഷ്ണസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇവർക്ക് ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അകന്ന് വീണ്ടും നല്ല ഐക്യത്തോടുകൂടി പോകുവാൻ ഈ ഒരു സമയം ഇവർക്ക് അനുകൂലമാണ്. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ ജോലികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തടസ്സങ്ങളൊക്കെ മാറി തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ട് വരും. അതിനു വേണ്ട സൽക്കർമ്മങ്ങൾ വഴിപാടുകളൊക്കെ ഇവർ ചെയ്താൽ തീർച്ചയായിട്ടും ആ കാര്യം സാധിക്കുവാൻ പറ്റിയ സമയം തന്നെയാണ്. ഉറ്റ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പിണങ്ങേണ്ടി വരുന്ന ഒരു സമയമാണിപ്പോൾ ഇവർക്ക്. ബിസിനസ്സുകാർക്ക് പൊതുവിൽ നല്ല സമയമാണ്. അവരുടെ വ്യാപാര അഭിവൃദ്ധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആരംഭിക്കുവാനും ഒക്കെ അനുകൂലമായ സമയമാണ്. കുടുംബ ബന്ധങ്ങളൊക്കെ നല്ലവണ്ണം മെച്ചപ്പെടും. ഇവർക്ക് പൊതുവെ അലസത വർദ്ധിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. മടി വർദ്ധിക്കുവാൻ ഉള്ള സാധ്യത ഇവർക്കുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ബുധനാഴ്ച ദിവസം തുളസിമാല സമർപ്പിക്കുക, അതേപോലെ തന്നെ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക മുതലായ കർമ്മങ്ങളിൽ കൂടിയിട്ട് ഇവർക്ക് ഗുണങ്ങളുണ്ടാകും. തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഇവരുടെ ജന്മനക്ഷത്ര ദിവസം, അതായത് രേവതി നക്ഷത്ര ദിവസം ഗണപതി ഹോമം ക്ഷേത്രത്തിൽ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണങ്ങളുണ്ടാകും. ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടിയിട്ട് ഇവരുടെ അലസതകൾ മാറുകയും, അതായത് മഹാദേവനോ ധർമ്മശാസ്താവിനോ ഹനുമാൻ സ്വാമിക്കോ ഒക്കെ ദർശനം നടത്തുകയും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാകുകയും അലസതയൊക്കെ മാറുകയും ചെയ്ത ഗുണപ്രദമായ കാര്യങ്ങൾ വർദ്ധിക്കുവാൻ ഇവർക്ക് തീർച്ചയായിട്ടും ഇടവരുത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളുടെ ഫലങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ഗ്രഹസ്ഥിതിയും കൂടി അനുസരിച്ചുള്ള കാര്യമാണ്, നക്ഷത്രത്തിൻ്റെ മാത്രം ഫലമല്ല. ഇവിടെ ഇത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നല്ല, നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതകളാണ്. അപ്പോൾ ഇവിടെ ദോഷപരമായ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ ചെയ്യുകയും ഗുണപരമായ കാര്യങ്ങളെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗുണമുണ്ടാകുവാൻ ഇവർക്ക് സഹായകരമാകും. അതിന് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, വാട്സപ്പിൽ കൂടി ചോദിക്കുക. നിങ്ങളുടെ ദശാപഹാരങ്ങൾ അറിഞ്ഞു വേണം നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുവാൻ. വാട്സപ്പിൽ കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മറുപടി നൽകുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ യാതൊരുവിധ ഫീസോ നൽകേണ്ടതില്ല. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. മല്ലികാവനം ജ്യോതിഷ ചാനൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീവല്ലഭോ രക്ഷതു.